നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ പുതിരൂരിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു അപ്രന്റീസ് ചെയ്യാൻ കേരളത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു മിനിരത്ന പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ഇപ്പോൾ അപ്രന്റീസുമാരുടെ ഒഴിവുകളുണ്ട്. ഇതിലേക്ക് BE അല്ലെങ്കിൽ BTech ബിരുദം കഴിഞ്ഞവർക്കുള്ള ഗ്രാജുവേറ്റ് അപ്രന്റീസിനും ഡിപ്ലോമ ബിരുദമുള്ളവർക്കുള്ള ടെക്നീഷ്യൻ അപ്രന്റീസിനും അവസരങ്ങളുണ്ട്. ഗ്രാജുവേറ്റ് അപ്രന്റീസിൻ്റെ 61 ഒഴിവുകളും അതുപോലെ ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ള 78 ഒഴിവുകൾ ഉൾപ്പെടെ 139 ഒഴിവുകളാണ് ആകെയുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഏതൊക്കെ ബ്രാഞ്ചുകാർക്ക് അപ്ലൈ ചെയ്യും, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എന്തെല്ലാം ബെനിഫിറ്റ്സ് ലഭിക്കും, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം. എലിജിബിൾ ആയിട്ടുള്ള കൂട്ടുകാർക്ക് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും അപ്ലൈ ചെയ്യാൻ അവസരം ലഭിക്കും. അതിനുള്ള അവസരം കൂടി ഉണ്ടാവട്ടെ. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ട്, ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ഇനിയും ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്കിതിന് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതനുസരിച്ച് BE അല്ലെങ്കിൽ BTech ബിരുദമുള്ളവർക്കുള്ള ഗ്രാജുവേറ്റ് അപ്രന്റീസിന് വേണ്ടിയുള്ള 61 ഒഴിവുകളാണ്. വിവിധ ബ്രാഞ്ചുകൾ ഞാൻ പറയാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 22, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 12, സിവിൽ എഞ്ചിനീയറിംഗ് 6, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 5, കമ്പ്യൂട്ടർ സയൻസ് ബാർ ഇൻഫർമേഷൻ ടെക്നോളജി 4, ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് 4, മറൈൻ എഞ്ചിനീയറിംഗ് 4, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് 4, അങ്ങനെയായ 61 ഒഴിവുകളാണുള്ളത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി BE അല്ലെങ്കിൽ BTech ബിരുദമുള്ളവരായിരിക്കണം. 1 വർഷത്തേക്കായിരിക്കും കാലാവധി എന്ന കാര്യം കൂടി ഓർക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 15,000 രൂപ വീതം 1 വർഷം സ്റ്റൈപ്പൻഡായിട്ട് ഓരോ മാസവും ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർക്കുക. രണ്ടാമത് ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ള ടെക്നീഷ്യൻ അപ്രന്റീസാണ്. അതിലേക്ക് 78 ഒഴിവുകളാണുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 13,000 രൂപയായിരിക്കും സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുക. അതാത് വിഷയങ്ങളിലുള്ള 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. മെക്കാനിക്കൽ 23, ഇലക്ട്രിക്കൽ 15, സിവിൽ 13, കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് 10, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് 8 ഒഴിവുകൾ, കമ്പ്യൂട്ടർ സയൻസ് 5 ഒഴിവുകൾ, ഇൻസ്ട്രുമെൻറ്റേഷൻ 4, അങ്ങനെ 78 ഒഴിവുകളാണുള്ളത്. അപ്പോൾ ഇതിലേക്കൊക്കെ നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുക എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷിച്ചിരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 1, 2026. ഇപ്പം വേണമെങ്കിലും അപേക്ഷിക്കാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റ് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. എലിജിബിൾ ആയിട്ടുള്ള തീർച്ചയായും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റ് നിബന്ധനകൾ പറഞ്ഞിരിക്കുന്നത് 2020 കഴിഞ്ഞ 5 വർഷങ്ങളിൽ പാസ് ഔട്ടായവർ മാത്രമേ അപ്ലൈ എലിജിബിലിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കും. അതായത് 2022, 2023, 2024, 2025, 2026 എന്നീ വർഷങ്ങളിൽ പാസ് ഔട്ടായ ഡിപ്ലോമ അല്ലെങ്കിൽ BE അല്ലെങ്കിൽ BTech ബിരുദമുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിലിറ്റി ഉള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷകർ കേരളത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം. സ്റ്റേറ്റ് ഓഫ് ഡൊമിസിൽ കേരളം തന്നെ ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല, നിലവിലോ അല്ലെങ്കിൽ ഈ മുൻപോ ഏതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനത്തിലോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനത്തിലോ പ്രൈവറ്റ് സ്ഥാപനത്തിലോ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവരിതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇനി തെരഞ്ഞെടുപ്പ് എങ്ങനെ വെച്ചാൽ സെലക്ഷൻ മാർക്ക്, അതായത് BE അല്ലെങ്കിൽ BTechന് അല്ലെങ്കിൽ ഡിപ്ലോമയ്ക്ക് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് എന്ന കാര്യം. ഒരേ മാർക്ക് വരെയാണെങ്കിൽ അവരുടെ ഏജ് നോക്കി കൂടുതലുള്ള ഏജ് ആളുകളെ സെലക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ നമ്മൾ എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള അപ്രന്റീസ്ഷിപ്പ് പോർട്ടലായ NATS https:/nats.education.gov.in എന്ന പോർട്ടൽ വഴി വേണം നിങ്ങളിതിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ള കാര്യം ഓർമ്മിക്കുക. അപേക്ഷിച്ചിരിക്കുന്ന അവസാന തീയതി നേരത്തെ പറഞ്ഞ തന്നെ സെപ്റ്റംബർ 1 താല്പര്യമുള്ളവർ തീർച്ചയായും ഈ അവസരം പ്രയോജനപ്പെടുത്തുക. വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. അത് പിന്നീട് ഫ്യൂച്ചർ കരിയറിനൊക്കെ പ്രയോജനം ചെയ്യും. ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. മികച്ച പ്രമുഖമായ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലുള്ള വർക്ക് ചെയ്യാനുള്ള അവസരമാണ്. തീർച്ചയായും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. മറ്റ് ജോലികളൊന്നും ഇല്ലാതെ മറ്റ് ജോലികൾ നോക്കിയിരിക്കുന്നവർ തീർച്ചയായും ഈ അവസരം പ്രയോജനപ്പെടുത്താം. ഇത്രയും കാര്യങ്ങളും വീഡിയോയിൽ ഷെയർ ചെയ്യണം. ഇത്രയും വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഇതിന് നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അത് ക്ലിക്ക് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും, ഡീറ്റെയിൽസ് നോക്കാൻ പറ്റും. താല്പര്യമുള്ള അവസരം പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.